ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്ളോഗാട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഷെയർ ചെയ്യാനുള്ള കാരണം കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി കാണിക്കാം. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. സൺബുലൻ്റെ ഈ ഒരു ഫ്രോസൺ പറാത്ത വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ചൊരു ഷുഗർ, ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു റോബസ്റ്റ പഴം കട്ട് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രോസൺ പൊറാട്ട, ഒരു പൊറാട്ട വെച്ചിട്ട് നമുക്ക് അതിനകത്തായിട്ട് കുറച്ച് ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം എടുക്കുക അല്ലെങ്കിൽ ക്രീം ചീസ് എടുക്കുക, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ക്രീം ചീസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കാരമൽ ബനാന ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പഴത്തിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആപ്പിളോ വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ ആണെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും തരത്തിലൊരു നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ബദാം സ്ലൈസ് ചെയ്താണ് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പൊറാത്ത വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സൈഡ് 2 പൊറാത്തയും തമ്മിൽ നന്നായിട്ടൊന്ന് പ്രസ്സാക്കി എടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. 2 രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് എയർ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പറാത്ത നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് നമ്മൾ എയർ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് കിട്ടും. അപ്പോൾ ഫ്രോസൺ പറാത്ത ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഇത് നമ്മൾ ഫ്രൈ പാനിൽ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിൽ നമ്മളൊരല്പം ബട്ടറോ നെയ്യൊന്ന് തടവി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു പറാത്ത ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു ഭാഗം ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗവും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നിങ്ങൾക്കിതിൽ കാരമൽ ബനാന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ക്രീം ചീസും കുറച്ച് ഷുഗറും അതുപോലെ നട്ട്സും മാത്രം ഇട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പോൾ ഇത്ര ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു വ്ളോഗ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. നല്ല മടിയായിരുന്നു കുറേ ദിവസമായിട്ട്. ആ ഒരു മടി മാറ്റിയെടുക്കാൻ പ്രത്യേകിച്ച് ടെക്നിക്കൊന്നുമില്ല. അപ്പം നമ്മൾ ഏത് കാര്യമാണോ നമ്മൾ ചെയ്യാൻ മടിയായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് ആ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടിയായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു മടി മാറ്റിയെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു വ്ളോഗ് ഷെയർ ചെയ്യുന്നത്. സാധാരണ നമ്മളിപ്പോൾ ഒരു ടൈം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ഈദ് വ്ളോഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടൈം കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മടി നമ്മളെ അടുത്ത് നിന്ന് മാറിയില്ല. എപ്പോഴും നമുക്കൊരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാൻ തന്നെ എപ്പോഴും ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ ഇഷ്ടമുള്ളവർക്ക് കാണാം, നമ്മളെ വ്ളോഗ് കാണുന്നവർക്ക്, നമ്മളെ വ്യൂവേഴ്സിന് താല്പര്യമുള്ളവർക്ക് കാണാം. കാരണം ഞാൻ ഇതിൻ്റെ സമയത്ത് കുറച്ച് പേര് പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് വ്ളോഗ് ഇല്ലയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാര്യമായിട്ട് റെസിപ്പീസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കുന്നതാണ്. പെരുന്നാളിൻ്റെ അന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് ബിരിയാണി, മലായി ടിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കുനാഫ, പിന്നെ അടപ്രഥമൻ, ഇതാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഗസ്റ്റായിട്ട് ഫിറോസും മുനി അനിമോളും ഉണ്ടായിരുന്നു ഉച്ചക്ക് കഴിക്കാൻ. പിന്നെ ഇക്കാൻ്റെ അനിയന് നിയാസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റിയാദിൽ നിന്ന്. അപ്പോൾ നിയാസ് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിയാസ് നമ്മളിപ്പോൾ 3 വർഷമായി റിയാദിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ റിയാദിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാട്ടോ നിയാസിനെ കാണുന്നത്. അപ്പോൾ നിയാസ് വന്ന സമയത്ത് ഞാൻ കുറച്ച് ബീഫ് ബുഹാരിയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബീഫ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് നിയാസ് പോയി കേട്ടോ. പിന്നെ ഒരു ദിവസത്തെ ലീവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നിയാസ് തിരിച്ചു പോയി. പിന്നെ കുനാഫിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈ പാനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുനാഫയാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന കുനാഫക്ക്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നമ്മൾ പെരുന്നാൾക്ക് പുറത്ത് പോകുന്നതാണ് കേട്ടോ. നമ്മൾ ദൂരെ എവിടെയും പോയിട്ടൊന്നുമില്ല. നമ്മൾ ഇവിടെ കിങ് അബ്ദുൽ
എക്കണോമിക് സിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ആയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കൂടെ ഫിറോസും മുനിയും ഓരുണ്ട്. പിന്നെ ഫിറോസിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മുക്താർക്കും ഫാമിലി ഉണ്ട്. അപ്പോൾ ഫിറോസും മുനിയും മുക്താർക്കും ഫാമിലിയും ഒരു രാവിലെ പോയിട്ടുണ്ട് കേട്ടോ. അക്മലിനാണെന്നുണ്ടെങ്കിൽ അന്ന് രാവിലെ ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് നാടൻ ചോറാട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഗസ്റ്റ് ഒന്ന് സാധാ ചോറും കൂട്ടാനൊക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അവിടുന്ന് കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിങ് അബ്ദുൾ എക്കണോമിക് സിറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇൻഷാല്ല ഇനി നമ്മളെ അടുത്ത വ്ളോഗ്സിലൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ പെരുന്നാൾ ഫോട്ടോസൊക്കെ പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യം എടുക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് പെരുന്നാൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഈ ഒരു കിങ് അബ്ദുൾ എക്കണോമിക് സിറ്റിയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി സ്ഥലമാണ്, കാണാനും അടിപൊളിയാണ്. പകൽ കാണാനും നല്ല രസമാണ്, രാത്രി നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് രാത്രി ഇവിടെ ബസ് സർവീസ് ഉണ്ട്. ഈ ഒരു കിങ് അബ്ദുൾ എക്കണോമിക് സിറ്റിൻ്റെ കുറച്ച് ഭാഗം ഈ ഒരു ബസ്സിൽ അവർ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കയറിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, പ്രൈവറ്റ് ബീച്ച് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉച്ചക്കാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഫിറോസും മുക്താർക്കും ഫാമിലിയൊക്കെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉച്ചക്ക് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ബീച്ചിലൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പം ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങളിതുപോലെ മടിയുള്ള സമയത്ത് മടി മാറ്റാൻ നിങ്ങൾ എന്തൊക്കെ ട്രിക്കാണ് ചെയ്യൽ എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ല ഇനി നമുക്ക് നല്ല റെസിപ്പീസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.